Next topic, kinds of companies. Companies can be classified on the basis of incorporation, on the basis of liability, on the basis of number of members, on the basis of ownership, on the basis of control and on the basis of nationality. അതായത് കമ്പനീസിനെ പല പല ബേസിസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻകോർപ്പറേഷൻ്റെ ബേസിൽ, അതായത് ഫോർമേഷൻ്റെ ബേസിൽ, അതുപോലെ ലാബിലിറ്റീൻ്റെ ബേസിൽ, മെമ്പേഴ്സിൻ്റെ നമ്പറിൻ്റെ ബേസിൽ, ഓണർഷിപ്പ് ബേസിൽ, കൺട്രോളിൻ്റെ ബേസിൽ, നാഷണാലിറ്റി ബേസിൽ, അങ്ങനെ പല അതർ ടൈപ്പായിട്ടും പല പല ടൈപ്പ് ബേസിസിൽ കമ്പനീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് കൈൻഡ്സ് ഓഫ് കമ്പനീസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ബേസിസ് എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ. രൂപീകരിച്ച ആ രീതി അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ആ രീതിക്ക് അനുസരിച്ച് കമ്പനീസിനെ എങ്ങനെയൊക്കെ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് കമ്പനി. ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫോം ഓഫ് ദി കമ്പനി കുഡ് ബി ഫോംഡ് ബൈ ദി ക്രൗൺ. അതായത് ക്രൗൺ ആണ് ഇങ്ങനത്തെ കമ്പനീസൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. ബിഫോർ ഇൻഡിപെൻഡൻസിന് മുന്നേ ആയിരുന്നു ഇങ്ങനത്തെ കമ്പനീസൊക്കെ ഇന്ത്യയിൽ നിലനിന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ക്രൗണിൻ്റെ കയ്യിലാണ്, പിന്നെ അവരുടെ കയ്യിലാണ് പവർ ഉണ്ടായിരുന്നത്. അവരാണ് ഇൻകോർപ്പറേഷൻ ചെയ്തിരുന്നത്. അതായത് ചാർട്ടർ അധികാരത്തിലുള്ള ആൾക്കാർ അങ്ങനെ തുടങ്ങുന്ന കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. എ ചാർട്ടേഡ് കമ്പനീസ് റെഗുലേറ്റഡ് ബൈ ദി ചാർട്ടർ ഇൻകോർപ്പറേറ്റിംഗ് ഇറ്റ് ആൻഡ് ദി കമ്പനീസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു ഇറ്റ്. കമ്പനീസ് ആക്ട് ഇതിലെന്തിന് ബാധകമല്ല? ഈ ചാർട്ടേഡ് കമ്പനീസിന് ബാധകമല്ല. ഇതിൽ ചാർട്ടറായിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതൊക്കെ ചാർട്ടറായിരിക്കും. അങ്ങനെ അധികാരത്തിലുള്ള ആൾക്കാർ, അങ്ങനത്തെ കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ചാർട്ടേഡ് ബാങ്ക് എക്സെട്ര. നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ ഓർ ആക്ട് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. അതായത് കമ്പനി പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാസ് ചെയ്തിട്ടുള്ള ആക്ട് നിയമപ്രകാരം അല്ലെങ്കിൽ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ പ്രകാരമോ ഫോം ചെയ്തിട്ടുള്ള കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കമ്പനീസ് ഫോം ചെയ്തിട്ടുള്ളത്. സജാസ് റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ് എക്സെട്ര. അങ്ങനത്തെ കമ്പനീസാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ് എന്ന് പറയുന്നത്. അതായത് സ്പെഷ്യൽ പ്രൊവിഷനും സ്പെഷ്യൽ സ്റ്റാറ്റ്യൂ ഒക്കെ പാസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. നെക്സ്റ്റ് പറയുന്നതാണ് രജിസ്റ്റേർഡ് കമ്പനീസ്. ദീസ് ആർ ദി കമ്പനീസ് ഫോംഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഓർ സം ഇയർലിയർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ മുന്നത്തെ കമ്പനീസ് ആക്ട് പ്രകാരമോ ഫോം ചെയ്ത കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഈ കമ്പനീസ് നിലനിൽക്കണമെങ്കിൽ, എക്സിസ്റ്റൻസ് ചെയ്യണമെങ്കിൽ ഈ ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ കമ്പനീസാണ് രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ലാബിലിറ്റി. On the basis of liability, the company may be classified into 3. First one is companies limited by shares. Company limited by shares means a company having the liability of its members limited by the memorandum to the amount, if any, unpaid on the shares respectively held by them. അതായത് അവർ എത്രത്തോളം ഷെയർസ് ഹെൽഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും കമ്പനീസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് സെക്ഷൻ 222 പറഞ്ഞിട്ടുള്ളത്. അതായത് ദാറ്റ് ഈസ് ഇഫ് എ ഷെയർ ഹോൾഡേഴ്സ് ഹാസ് ഓൾറെഡി പെയ്ഡ് ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർ, ഹി ഷാൾ ഹാവ് നോ ഫർദർ ലാബിലിറ്റി അറ്റ് ഓൾ. അതായത് കമ്പനിയിലെ ഒരു ഷെയർ ഹോൾഡർ ഷെയറിൻ്റെ ഫുൾ എമൗണ്ട് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്കൊരു ലാബിലിറ്റി ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഷെയർസ് അല്ലെങ്കിൽ കമ്പനീസാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇഫ് എനി എമൗണ്ട് ഈസ് റിമെയിൻഡ് അൺപെയ്ഡ് ഓൺ ഷെയർസ്, it can be called up at any time during the lifetime of the company or at the time of winding up. അതായത് അൺപെയ്ഡ് ആയിട്ട് ഷെയർസ് ഉണ്ടെങ്കിൽ, എമൗണ്ട് പേ ചെയ്യാത്ത റിമൈനിങ് ഷെയർസ് അൺപെയ്ഡ് ആയി കിടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? കാൾഡ് അപ്പ് ചെയ്യണം.
കമ്പനിയുടെ ലൈഫ് ടൈമിലോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ ആ ടൈമിലെങ്കിലും അത് കാൾഡപ്പ് ചെയ്യണം. Second one ആണ് companies limited by guarantee. A company limited by guarantee is a company having the liability of its members limited by the memorandum to such amount as the members may respectively undertake by the memorandum to contribute to the assets of the company in the event of its being wound up. അതായത് വൈൻഡിങ് അപ്പ് സമയം വരെ എത്രത്തോളം മെമ്പേഴ്സ് എത്രത്തോളമാണ് കമ്പനിയിൽ അസറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ലാബിലിറ്റി ഉണ്ടായിരിക്കുക. ഇത് സെക്ഷൻ 221 പറയുന്നത്. സച്ച് എമൗണ്ട് ഈസ് ഓൺലി റിക്വയർഡ് വെൻ ദി കമ്പനീസ് വൗണ്ട് അപ്പ്. ഈ ലാബിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ എമൗണ്ട് എന്ന് പറയുന്നത് കമ്പനിയുടെ വൗണ്ട് അപ്പിൻ്റെ ടൈമിൽ, അതായത് അവസാനിക്കുന്ന ടൈമിൽ മാത്രമേ ആവശ്യമുള്ളൂ. സച്ച് കമ്പനീസ് മേ ഓർ മേ നോട്ട് ഹാവ് ഷെയർ ക്യാപിറ്റൽ. ഈ കമ്പനികൾക്ക് എന്തുണ്ടാവാം, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാം അല്ലെങ്കിൽ ഇല്ലാണ്ടിരിക്കാം. ബട്ട് ദേ ആർ ഫോംഡ് ജനറലി വിത്തൗട്ട് ഷെയർ ക്യാപിറ്റൽ ഫോർ നോൺ ട്രേഡിംഗ് പർപ്പസ്. അതായത് ഇവർ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഇല്ലാണ്ട് അവർ നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഫോം ചെയ്യുന്നത്. അതായത് ഇവർ അസറ്റ്സ് ആണ് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ലാബിലിറ്റി ഉണ്ടായിരിക്കുക. ഇവിടെ പ്രൊമോഷൻ ഓഫ് ആർട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള കമ്പനീസ്, അതുപോലെ സയൻസ്, കൊമേഴ്സ്, കൾച്ചർ, ചാരിറ്റി, സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് അൺലിമിറ്റഡ് കമ്പനി. Unlimited company section 292 defines an unlimited company as a company not having any limit on the liability of its members. അതായത് ഇവിടെ ലാബിലിറ്റിയിൽ ഒരു ലിമിറ്റും ഉണ്ടായിരിക്കില്ല. അവരുടെ ലാബിലിറ്റി പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിരിക്കും. ലാബിലിറ്റി ഇൻ ദി കേസ് ഓഫ് എസ്റ്റെൻഡ് ടു പേഴ്സണൽ പ്രോപ്പർട്ടി to the shareholders and each and every member is liable for the debt of the company. അതായത് ഓരോ മെമ്പറും എന്തായിരിക്കണം, കമ്പനിയുടെ ഡെപ്റ്റിന് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കണം. ഇതാണ് അൺലിമിറ്റഡ് കമ്പനി. ഇത് ലാബിലിറ്റീൻ്റെ ബേസിസിൽ ഇങ്ങനെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ നമ്പറിനനുസരിച്ചിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി ആൻഡ് വൺ പേഴ്സൺ കമ്പനി. First one is private company. Private company section 268 subsection 3(1) പറയുന്നത് a company which is formed with a minimum number of 2 person is known as private company. അതായത് 2 മെമ്പറും കൊണ്ട് തുടങ്ങുന്ന കമ്പനീസ് നമുക്ക് എന്ത് വിളിക്കാം, പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. ഈ കമ്പനി ഫാമിലി സെറ്റപ്പിനൊക്കെ വേണ്ടിയിട്ട് ക്യാരി ചെയ്യുന്ന ബിസിനസ്സൊക്കെ ആയിരിക്കും പ്രൈവറ്റ് കമ്പനീസിന് ഉണ്ടായിരിക്കുക. ഈസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 268 ആക്ട് പ്രകാരം, അതായത് കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ പ്രൈവറ്റ് കമ്പനിയുടെ മീനിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സെക്ഷൻ 268 ഓഫ് ദിസ് ആക്ട്, ദ പ്രൈവറ്റ് കമ്പനി മീൻസ് എ കമ്പനി ഹാവിങ് മിനിമം ഷെയർ ക്യാപിറ്റൽ of 1 lakh rupees or such higher paid up share capital omitted by the companies. അതായത് ഇതിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh rupees ആയിരിക്കും. പിന്നെ ഇതിൽ പറയുന്നതാണ് റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. റെസ്ട്രിക്റ്റ് ദി റൈറ്റ് ടു ട്രാൻസ്ഫർ ഓഫ് ഇറ്റ്സ് ഷെയർസ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നതാണ് എക്സെപ്റ്റ് ഇൻ ദി കേസ് ഓഫ് വൺ പേഴ്സൺ കമ്പനി ലിമിറ്റ്സ് നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 2 to 200 എന്ന് വെച്ചാൽ 2 മുതൽ 200 വരെയാണ് പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം നമ്പർ ടു മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. പിന്നെ പ്രൈവറ്റ് കമ്പനിയിൽ പറയുന്നതാണ് 2 or more പേഴ്സൺസ് ഒരു കമ്പനിയുടെ 1 or more ഷെയർസ്, അതായത് ഒന്നിൽ കൂടുതൽ ഷെയർ 2-3 ആൾക്കാർ ചേർന്നിട്ട് ജോയിൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു സിംഗിൾ മെമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുക. പിന്നെ ഇവിടെ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പ്രൈവറ്റ് കമ്പനീസിന് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് പറയുന്നതാണ് പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനീസ് അല്ലാത്ത കമ്പനീസാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. ഹാസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ of 5 lakh rupees or such higher paid up share capital omitted by the companies at 2015 amendment. അതായത് ഇവരുടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5 lakh rupees അല്ലെങ്കിൽ അത് കൂടുതലോ ആയിരിക്കാം ആണ്.
പിന്നെ പബ്ലിക് കമ്പനിയിൽ പറയുന്നതാണ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ടു ദി നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്യാൻ invite public to subscribe its shares and the shares are freely transferable. അതായത് ഇവരുടെ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറ്റും പബ്ലിക് കമ്പനിയുടെ ഷെയർസ്. നെക്സ്റ്റ് പറയുന്ന ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ ബേസിസിലുള്ള ഡിഫറൻസ്. അതിൽ പറയുന്ന പ്രൈവറ്റ് കമ്പനീസിന് മിനിമം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുപോലെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത് 200 ആണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 2ഉം മാക്സിമം നമ്പർ 200ഉം ആണ്. ഇൻ ദി കേസ് ഓഫ് പബ്ലിക് കമ്പനി മിനിമം നമ്പർ ഓഫ് മെമ്പർ ഈസ് 7 ആൻഡ് ദർ ഈസ് നോ മാക്സിമം ലിമിറ്റ്. പബ്ലിക് കമ്പനിയുടെ കേസിൽ മിനിമം നമ്പർ എന്ന് പറയുന്നത് 7ഉം മാക്സിമം നമ്പർ അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ് ഇല്ല. മാക്സിമം എന്നുള്ള ആ ലിമിറ്റ് പബ്ലിക് കമ്പനിയുടെ കേസിലില്ല. രണ്ടാമത്തെ ഡിഫറൻസ് എന്നത് പബ്ലിക് ഇൻവിറ്റേഷൻ ഓഫ് ക്യാപിറ്റൽ. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ പബ്ലിക് ഇൻവിറ്റേഷൻ ഇല്ല. അതായത് പബ്ലിക്കിന് ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പബ്ലിക് ഇൻവിറ്റേഷൻ പബ്ലിക് കമ്പനിയുടെ കേസിൽ അലൗഡ് ആണ്. പബ്ലിക്കിന് സബ്സ്ക്രൈബ് ചെയ്യാം, പബ്ലിക്കിന് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. തേർഡ് വൺ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയിൽ എന്തില്ല, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിയന്ത്രിതമാണ്, അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ പബ്ലിക് കമ്പനിക്ക് ഷെയർസ് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ഈസ് 2. പ്രൈവറ്റ് കമ്പനിയിൽ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. But in a public company there should be at least 3 directors and 1 director in the case of one person company. അതായത് പബ്ലിക് കമ്പനിയിൽ 3 ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് വേണം. പക്ഷെ 1 person കമ്പനി ആണെങ്കിൽ 1 ഡയറക്ടർ മതി. നെക്സ്റ്റ് പ്രോസ്പെക്ടസ്. നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ പ്രോസ്പെക്ടസ്. പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്നില്ല. പക്ഷെ പബ്ലിക് കമ്പനിക്ക് എന്ത് ചെയ്യണം, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് മസ്റ്റ് അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് മിനിമം സബ്സ്ക്രിപ്ഷൻ. ഇൻ ദി കേസ് ഓഫ് പ്രൈവറ്റ് കമ്പനി നീഡ് നോട്ട് വെയിറ്റ് ഫോർ മിനിമം സബ്സ്ക്രിപ്ഷൻ ഫോർ പ്രൊസീഡിങ് വിത്ത് ദി ഇഷ്യൂ ഓഫ് ഇറ്റ്സ് ഷെയർസ്. ഷെയർസ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമായിരിക്കില്ല. പ്രൈവറ്റ് കമ്പനിക്കില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ പബ്ലിക് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊവിഷൻ ഫോർ എൻറിച്ച്മെൻറ്റ് ഇൻ ആർട്ടിക്കിൾസ്. അതായത് പുതിയ ആർട്ടിക്കിൾസിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ provision for enrichment in the articles are concerned, it is to be agreed and approved by all the members. അതായത് എല്ലാ മെമ്പേഴ്സും എന്ത് ചെയ്യണം, എഗ്രി ചെയ്യണം, അതുപോലെ അപ്രൂവും ചെയ്യണം. പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിലാണെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് എന്ത് എഗ്രി ചെയ്യുന്നതും അപ്രൂവ് ചെയ്യുന്നതും. നെക്സ്റ്റ് പറയുന്നതാണ് കോറം ഓഫ് മീറ്റിംഗ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ 2 members പേഴ്സണലി പ്രസൻറ്റ് ഷാൾ ബി ദി കോറം ഫോർ എ മീറ്റിംഗ്. അതായത് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ 2 മെമ്പേഴ്സെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ബട്ട് പബ്ലിക് കമ്പനിയിലാണെങ്കിൽ 5 members, 1000 നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള കമ്പനിയാണെങ്കിൽ 5 members വേണം. 1000 to 5000 വരെ 1000 to 5000 വരെയുള്ള മെമ്പേഴ്സ് ഉള്ള കമ്പനിയാണെങ്കിൽ 15 members വേണം. 5000 കൂടുതലാണെങ്കിൽ 30 members മീറ്റിങ്ങിൽ പങ്കെടുക്കണം. അതാണ് കോറം ഓഫ് മീറ്റിംഗ് പബ്ലിക് കമ്പനിയുടെയും പ്രൈവറ്റ് കമ്പനിയുടെയും. നെക്സ്റ്റ് മാനേജീരിയൽ റെമ്യൂണറേഷൻ. There is no restriction as to payment of managerial remuneration to the directors. ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നതിൽ ഒരു റെസ്ട്രിക്ഷനും പ്രൈവറ്റ് കമ്പനിക്കില്ല. പക്ഷേ പബ്ലിക് കമ്പനിക്ക് മാനേജറിയൽ റെമ്യൂണറേഷൻ കൊടുക്കാനുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 11% കൂടാൻ പാടില്ല അവരുടെ റെമ്യൂണറേഷൻ.
നെക്സ്റ്റ് ആണ് സ്പെഷ്യൽ പ്രിവിലേജസ്. അതായത് പ്രൈവറ്റ് കമ്പനി സ്പെഷ്യൽ പ്രിവിലേജസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർക്ക് അവരുടെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, ഡയറക്ടേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ സ്പെഷ്യൽ പ്രിവിലേജ് പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട്. പക്ഷേ പബ്ലിക് കമ്പനിക്ക് അങ്ങനത്തെ ഒരു പ്രിവിലേജസ് ഇല്ല. ആൻഡ് ലാസ്റ്റ് ഡിഫറൻസ് യൂസ് ഓഫ് ലിമിറ്റഡ് വേർഡ്. പ്രൈവറ്റ് കമ്പനിയുടെ വേർഡിൻ്റെ ഒപ്പം എന്തുണ്ടായിരിക്കണം? പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള വേർഡ് ഉണ്ടായിരിക്കണം. പക്ഷേ പബ്ലിക് കമ്പനിയുടെ വേർഡിൻ്റെ ഒപ്പം ഓൺലി ലിമിറ്റഡ് എന്നുള്ള വേർഡ് മാത്രം മതി. ഇത്രയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി.